അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജെയ്ക്ക് അർച്ചനയും ദീപ്തിയും വരുന്നത് കാണുകയാണ് കേട്ടോ. പക്ഷെ ചിന്നുമോളത് കാണുന്നില്ല. പെട്ടെന്ന് തന്നെ ചിന്നുമോളോട് പറയും, മോളെ കുടിച്ചു കഴിഞ്ഞില്ലേ, അതാ നിൻ്റെ അമ്മ വരുന്നുണ്ട്, ഏതായാലും ശരി ഓട്ടോക്കാരൻ അവിടെ വെയിറ്റ് ചെയ്യണം, ഞാൻ എന്തായാലും പോവുകയാണ്, പൈസ എല്ലാം കൊടുത്തിട്ടുണ്ട്, മോള് കഴിച്ചിട്ട് വായോ എന്ന് പറയണം കേട്ടോ. പെട്ടെന്ന് തന്നെ ജെയ്ക്ക് അർച്ചനയും ദീപ്തിയും കാണാതെ തന്നെ ജെയ്ക്ക് പെട്ടെന്ന് പോവുകയാണ്. പിന്നീട് അർച്ചനയും ദീപ്തിയും അവരും വരികയാണ് കേട്ടോ. പിന്നീട് അതിന് ശേഷം അർച്ചനയുടെ ഓഫീസിൽ ചിന്നുമോള് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനിന്ന് ആ JK സാറെ കണ്ടിരുന്നു, ആ JK സാർ ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു, JK സാറ് കോളേജിലേക്ക് വരണം, പക്ഷേ JK സാറ് ഒരു വീട് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്, JK സാർക്ക് ഒരു വീടും ഇഷ്ടമാവണില്ല, അതുകൊണ്ടാണ് JK സാറൊന്ന് വീട് അന്വേഷിച്ചിട്ട് പോകുമ്പോഴാണ് എന്നെ കണ്ടത് എന്നിങ്ങനെ വാതോരാതെ ചിന്നുമോള് JKയെക്കുറിച്ച് ഇങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അമ്മേ അവിടെ മേനോൻ സാറിൻ്റെ വീട് ഒഴിഞ്ഞു കിടക്കുകയല്ലേ, നമുക്കത് JK സാർക്ക് കൊടുത്താലോ എന്നിങ്ങനെ ചിന്നുമോള് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന പറയുന്നു, ആ ശരി, അതിനെന്താ, നിൻ്റെ JK സാറോട് വരാൻ പറയേ എന്നിങ്ങനെ പറയണം, വീട് വന്ന് നോക്കാൻ പറയേ, താക്കോല് വാങ്ങിയിട്ട് വീട് വന്ന് നോക്കിയിട്ട് ഇഷ്ടമായി പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അർച്ചനയ്ക്ക് പക്ഷെ അറിയില്ല ഈ അവളുടെ JK സാർ ആരാണ്, ഈ കഥാകാരൻ ആരാണെന്നും അർച്ചന നേരിട്ട് കണ്ടിട്ടില്ല, ഇനി വരുമ്പോഴാണ് കാണുക. അതേസമയം JK ഓട്ടോറിക്ഷയിൽ വീട് കാണാൻ പോവുകയാണ് കേട്ടോ. ഒരു വീട് പോയി കണ്ടതിന് ശേഷം അത് ഇഷ്ടമാവില്ല JKക്ക്, തിരിച്ചിറങ്ങുമ്പോഴായിരിക്കും ഫോൺ ചെയ്യുക, ചിന്നുമോള് ഫോൺ ചെയ്യണം കേട്ടോ, ഫോൺ ചെയ്യണ. എന്നിട്ട് അതിന് ശേഷം JK വീട് കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. എന്തായാലും അർച്ചന ചിന്നുവിനോട് പറഞ്ഞ വാക്ക് മാറ്റി പറയില്ല, എന്തായാലും നിൻ്റെ ആ സാർക്ക് ഞാൻ ആ വീട് കൊടുക്കുക എന്ന് പറഞ്ഞു പോയി, അതുകൊണ്ട് എന്തായാലും ശരി അർച്ചനയുടെ ആ വീട്, മേനോൻ സാറിൻ്റെ വീട് JKക്ക് അർച്ചന കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും JKയാണ് അർച്ചനൻ്റെ മുൻപിൽ ജയിച്ച് നിൽക്കുക. പക്ഷേ ചിന്നുമോൾക്ക് ഇതൊന്നും അറിയില്ല.